ഹലോ ഹലോ ദേവിക കേൾക്കാമോ? ഹലോ ദേവിക. പറയ് സത്തു. ഞാൻ വെറുതെ വിളിച്ചതാ. എന്നെ ഇനിയും തല്ലി ഒളിക്കാനുള്ള പരിപാടി വല്ലതുമാണോ? അയ്യോ അല്ല. എന്തായി അവിടുത്തെ ഹോംലെസ് ഇഷ്യൂ ഒക്കെ? ആ, അക്കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. ഞാനിപ്പോ അച്ഛനോട് സംസാരിച്ചതേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ജോലി എന്നുള്ളത് പെട്ടെന്ന് തന്നെ വേണം എനിക്ക്. ഞാൻ ദേവികയെ സഹായിക്കണോ? അയ്യോ വേണ്ടേ. ഇനി അതിന്റെ പേരില് കൂട്ട തല്ലി നടക്കാൻ വേണ്ടിയോ? ദേവിക അച്ഛനൊന്ന് ഫോൺ കൊടുക്കാവോ? എന്നാത്തിനാ വക്കീലേ? പേടിക്കണ്ട, കല്യാണം ആലോചിക്കൊന്നുമല്ല. എന്നാ കൊടുക്കാം. അച്ഛാ, സിദ്ധുവാ. ആ മോനെ, സുഖാണോ അച്ഛാ? ഈ ചോദ്യത്തിന് അർത്ഥമില്ലെന്നറിയാം, എന്നാലും മനസ്സിലാവും മോനെ. അച്ഛാ, നിത്യമോൾക്ക് എങ്ങനെയുണ്ട്? കാത്തിരിക്കുന്ന മോനെ, കയറൽ ഒരുക്കി കാത്തിരിക്കുക. എൻ്റെ കുഞ്ഞിൻ്റെ നാവൊന്ന് ചലിക്കാനായിട്ട്. നടക്കൂ അച്ഛാ. സിദ്ധുവാ. മോനെ, ഞാൻ അമ്മയ്ക്ക് കൊടുക്കാവേ. ഹലോ അച്ഛാ. ഹലോ, നീ എന്താടി കാണിച്ചേ? ദേവികയെ വിളിക്കുന്നവര് ദേവികയോട് സംസാരിച്ചാ മതി. മനോഹരേട്ട സംസാരിക്കണ്ട. അത് നീയാണോട് തീരുമാനിക്കുന്നത്, അഹങ്കാരി. എന്റെ മകന്റെ സ്ഥാനത്താ സിദ്ധു. അകത്ത് മകളൊരുത്തി ശവം പോലെ കിടപ്പുണ്ട്, അറിയാലോ. അതിന് കാരണക്കാരനെന്ന് സംശയിക്കുന്നവനെ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്നത് എനിക്ക് ചിലപ്പോ ഉൾക്കൊള്ളാനാവില്ല.